ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന രേവതിയും വർഷയും തമ്മിലുള്ള സംസാരമാണ്. രേവതിയാണെങ്കിൽ കുടുംബത്തിൻ്റെ മാഹാത്മ്യവും അതുപോലെ കൂട്ടുകുടുംബത്തിൽ ജീവിച്ചാലുണ്ടാകുന്ന സൗഭാഗ്യങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ വർഷയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ വർഷയ്ക്കാണെങ്കിലോ ഞാനാണ് എല്ലാം, ഞാനും സ്ത്രീയും ഉള്ളത് മാത്രമാണ് ജീവിതം എന്നൊക്കെയുള്ള രീതിക്ക് സംസാരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് ഇഷ്ടപ്പെടാതെ തന്നെ രേവതി അവിടെ നിന്ന് വഴക്കിട്ട് പോവുകയാണ്. പക്ഷേ പുറകെ ചേച്ചി എനിക്ക് പറയാനുള്ളതൊന്നും കൂടി കേൾക്ക് ചേച്ചി എന്ന് പറയുന്നുണ്ടെങ്കിൽ രേവതി പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാൻ നിനക്ക് സൗകര്യമില്ല, പിന്നെ നീ പറയുന്നത് എന്തിന് ഞാൻ കേൾക്കണം, ഞാൻ പറയുന്നിട്ട് നീ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് റെസ്റ്റോറൻറ്റിന് പുറത്തേക്ക് ഇറങ്ങുന്ന വർഷയെ കാത്തു നിൽക്കുകയാണ് റോഷൻ. വർഷയെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, ഹായ് വർഷ, സുഖാണോ? ഇത്രയും കാലം നിനക്ക് സുഖമായിരിക്കും, പക്ഷെ ഇനി അങ്ങോട്ടുള്ള കാലം നിനക്ക് സുഖമായിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് വർഷയെ ഉന്തി തള്ളിയിടാണ്. ചെന്ന് വീഴുന്നത് രണ്ട് ഗുണ്ടകൾക്കിടയിലേക്കും. അവർ വർഷയെ പിടിച്ചു നിർത്തുകയാണ് കേട്ടോ. അതിനുശേഷം റോഷൻ തൻ്റെ കയ്യിലുള്ള ഒരു ആസിഡ് കുപ്പിയുണ്ട്, അതെടുത്ത് കയ്യിൽ പിടിച്ചിട്ട്, വർഷ, ഇനി നിനക്ക് വീണ്ടും പുറത്തിറങ്ങാൻ സാധിക്കില്ല, നിൻ്റെ ഈ സൗന്ദര്യമുള്ള രൂപം അത് ഞാൻ ആകെ വികൃതമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലുള്ള ആസിഡ് കുപ്പി വർഷയുടെ മുഖത്തേക്ക് ഒഴിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് വർഷയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് അവിടെ ആളുകളെല്ലാം കൂടുന്നുണ്ടെങ്കിലും അവർക്കൊന്നും വേഗം പ്രതികരിക്കാനാകുന്നില്ല. ഈ ഒരു തക്ക സമയത്താണ് രേവതി പ്രതികരിക്കുന്നത്. റോഷൻ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാണ്ട് കൈ വീശുന്ന അതേ സമയം തന്നെ റോഷൻ്റെ കൈകളിലേക്കായിട്ട് ഒരു ഇഷ്ടിക എടുത്ത് എറിയുകയാണ് രേവതി. ആ സമയം തന്നെ ആസിഡ് താഴെ വീണ് പൊട്ടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രേവതി വർഷയെ രക്ഷിക്കുകയാണ് കേട്ടോ. പിന്നീട് റോഷൻ്റെ ഗുണ്ടകൾ നേരെ രേവതിയെ ആക്രമിക്കാനായിട്ട് ചെല്ലുകയാണ്. എന്നാൽ രേവതി ആവട്ടെ അവിടെ നിന്ന് ഇഷ്ടിക കൈകൾ കൊണ്ട് റോഷനെയും ഗുണ്ടകളെയൊക്കെ തുരത്തി ഓടിക്കുകയാണ് കേട്ടോ. എന്നിരുന്നാലും റോഷൻ്റെ ദേഷ്യം ഇറങ്ങുന്നില്ല. റോഷൻ എടി എന്ന് വിളിച്ചുകൊണ്ട് രേവതിയുടെ നേർക്ക് അടുക്കുന്ന നേരത്താണ് ചുറ്റും കൂടിയ ആളുകൾ ചേർന്ന് റോഷൻ നല്ല രീതിക്ക് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാനം സഹിക്കിട്ട് റോഷൻ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്, ആക്രമണം സഹിക്കാനാകാതെ. അപ്പോൾ ഈ സമയം തന്നെ രേവതി വർഷയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. രേവതിയെ കാണുമ്പോൾ തന്നെ വർഷ പൊട്ടിക്കരയാണ് കേട്ടോ. രേവതി തന്നെ വർഷയെ ആശ്വസിപ്പിച്ചിട്ട് പറയാണ്, പക്ഷേ നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ഒരു അണുകുടുംബവും കൂട്ടുകുടുംബവും തമ്മിലുള്ള വ്യത്യാസം. നീ തനിയായതുകൊണ്ട് നിനക്കൊന്നും പ്രതികരിക്കാനായില്ല, പക്ഷേ ഞാനും കൂടെ ചേർന്നപ്പോഴത്തേക്കും നിന്നെ രക്ഷിക്കാനായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകുടുംബത്തിൻ്റെ മാഹാത്മ്യം മറ്റുമൊക്കെ രേവതി പറയുകയാണ്. അതിനുശേഷം വർഷയോടായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വർഷയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാണ് കേട്ടോ. വീട്ടിൽ ചെന്നതിന് ശേഷം വർഷയെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കിച്ചൺ എവിടെയാണെന്ന് വർഷയോട് ചോദിക്കുന്ന സമയത്ത് പേടിച്ച് ഭയന്നിരിക്കുന്ന വർഷ പ്രത്യേകിച്ച് ഒരു മറുപടിയും പറയുന്നില്ല കേട്ടോ. രേവതിയാണെന്ന് സാരല്ല ഞാൻ കണ്ടുപിടിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്നതിന് ശേഷം പാൽ എവിടെയാണ്, ചായപ്പൊടി എവിടെയാണ്, പഞ്ചസാര എവിടെയാണെന്നൊക്കെ രേവതി ചോദിക്കുന്ന സമയത്ത് ഇതിലൊന്നും തന്നെ വർഷയ്ക്ക് പ്രതികരണം ഇല്ല കേട്ടോ. കാരണം എവിടെ ഇരിക്കുന്നതെന്ന് വർഷയ്ക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രേവതി പറയുന്നുണ്ട്, സാരമില്ല വർഷ, ഞാൻ കണ്ടുപിടിച്ചോളാം. പിന്നെ ശ്രീകാന്ത് ഇവിടെ അടുക്കളയിൽ കയറുന്നതെന്ന് മനസ്സിലായി, ഇടയ്ക്കൊക്കെ നീയും വന്ന് ശ്രീകാന്തിന് ഹെൽപ്പ് ചെയ്യണം, എന്നാലല്ലേ നിനക്കും പാചകം പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ. അതിനുശേഷം വർഷയോടായിട്ട് വീണ്ടും വന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നൊക്കെ പറയുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, ചേച്ചി സച്ചിയേട്ടൻ നിങ്ങളുടെ ഭർത്താവ് എന്ന് പറയുമ്പോഴത്തേക്കും നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല സച്ചിയേട്ടൻ വെറും ഒരു പാവമാണ്, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും, നീ അവിടെ വന്ന് നിൽക്കുക, അപ്പം നിനക്ക് മനസ്സിലാവും സച്ചിയേട്ടൻ എന്താണെന്ന്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അവരെന്നോട് ചെയ്യുന്ന ദ്രോഹങ്ങൾക്കൊന്നും കയ്യും കണക്കില്ല, എന്നിരുന്നാലും ഞാൻ വഴക്കിട്ട് പോവുകയാണ് ചെയ്യുന്നത്, അല്ല എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്. പിന്നെ നീ ഇനി ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ രോഷം വരും, പക്ഷേ നമ്മുടെ വീട്ടിലാണെങ്കിൽ നിന്നും തൊഴിക്കാൻ ആരും വരികയില്ല, അവിടെ എപ്പോഴും ആൾക്കാരുണ്ടാവും, അതുകൊണ്ട് രോഷം ഒന്നും ചെയ്യാനാവുകയില്ല, നീ ഒന്നെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരണം അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ രേവതി പറയാൻ കേട്ടോ. അപ്പോൾ ചെറിയൊരു ചാഞ്ചാട്ടം വർഷയുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. വർഷയ്ക്കാണെങ്കിലും പേടിയായിട്ടുണ്ട്. മാത്രമല്ല രേവതിയുടെ സംസാരത്തോടു കൂടി തന്നെ വർഷയ്ക്ക് ശ്രീകാന്തിൻ്റെ വീട്ടിലേക്ക് പോകണമെന്നൊക്കെ ചെറിയ താല്പര്യം ഉണ്ടാവണം കേട്ടോ. അതിനുശേഷം രേവതി പറയുന്നുണ്ട്, സ്ത്രീയെ വിളിച്ചിട്ടുണ്ട്, അവൻ ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷയെ വീണ്ടും പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വന്ന ഉടനെ തന്നെ ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വർഷയാണെങ്കിലോ ശ്രീകാന്തിനെ കാണും പൊട്ടിക്കരഞ്ഞുണ്ട് ശ്രീകാന്തിനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. ശ്രീകാന്ത് പറയുന്നുണ്ട്, അവൻ ഇത്രയ്ക്ക് ധൈര്യമായോ, അവനെ ഞാൻ കാണട്ടെ, സാരില്ല വർഷ, നീ പേടിക്കണ്ട, ഞാനില്ലേ നിനക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കാൻ കേട്ടോ. ഈ സമയത്ത് വർഷ പറയുന്നുണ്ട്, തക്ക സമയത്ത് രേവതി പ്രതികരിച്ചുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുവരും രേവതിയെ നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.